നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തും തോറും സീറ്റിനായുള്ള പിടിവലികളും മുറുകുകയാണ്. ഐക്യവും സ്ഥിരതയും അവകാശപ്പെടുന്ന UDFന്റെ അകത്തളങ്ങളിൽ തീപ്പൊരി വീണു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തെ ചുറ്റിപ്പറ്റിയുള്ള അതൃപ്തിയും ഗ്രൂപ്പിസവുമെല്ലാം തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. വെറും യുദ്ധമല്ല, നല്ല ഒന്നാം തരം പോസ്റ്റർ യുദ്ധമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ പാലക്കാട് ജില്ലയിലാണ് പോസ്റ്റർ യുദ്ധം നിലവിൽ നടക്കുന്നത്. കോങ്ങാട് മണ്ഡലത്തിൽ KA തുളസിക്കെതിരെയാണ് പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിയായി തുളസി വേണ്ട എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലും അപ്പനും ഞാനും സുഭദ്രയും എന്നാണ് പോസ്റ്ററിലുള്ളത്. സ്ഥാനാർത്ഥിയെ VT സതീശനും VK ശ്രീകണ്ഠൻ MPയും മാത്രം തീരുമാനിക്കേണ്ടെന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട്. VK ശ്രീകണ്ഠന്റെ ഭാര്യയാണ് KA തുളസി. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് തച്ചമ്പാറ, പറളി ഭാഗങ്ങളിൽ പോസ്റ്റർ പതിച്ചത്. അതേസമയം നെന്മാറിയിൽ A തങ്കപ്പനെ അനുകൂലിച്ചും പോസ്റ്ററുകൾ ഉയർന്നു. തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. സേവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ തങ്കപ്പനെതിരെ വ്യാപകമായാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സ്വന്തം സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ പോസ്റ്റർ പതിക്കുന്ന സാഹചര്യം UDFന്റെ സംഘടനാപരമായ അവസ്ഥ എത്രത്തോളം പ്രതിസന്ധിയിലാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് സംഘടന നേരിടുന്ന ഈ തുറന്ന ഭിന്നത UDFനാകെ വലിയ തലവേദനയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വ്യക്തതയില്ലായ്മയും നേതൃത്വത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രവർത്തകർക്കിടയിൽ അസ്വസ്ഥത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഐക്യത്തിന്റെ ചിത്രം കാണിക്കേണ്ട സമയത്താണ് UDF അകത്തള കലഹങ്ങളും പോസ്റ്റർ യുദ്ധങ്ങളും കൊണ്ട് വാർത്തയിൽ ഇടം നേടുന്നത്. സ്ഥാനാർത്ഥിത്വം പോലും തീരുമാനിക്കാൻ കഴിയാതെ ഗ്രൂപ്പിസത്തിലും കുടുംബ രാഷ്ട്രീയത്തിലും കുടുങ്ങിക്കിടക്കുന്ന മുന്നണി അധികാരം സ്വപ്നം കാണുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നത്. UDFന്റെ ഈ അകത്തള പോരാട്ടങ്ങൾ തുടർന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ മുന്നണി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ.